إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലരോടും പല കടമകളും കടപ്പാടുകളും കാത്തു സൂക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, അവരോടൊക്കെ ഒരുപാട് കടമകളും കടപ്പാടുകളും നമുക്കുണ്ട്. അതെല്ലാം ഏറ്റവും നന്നായിക്കൊണ്ട് ചെയ്തു തീർക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം നമ്മോട് പറയുന്നതും നാം പരിശ്രമിക്കുന്നതും പരിശ്രമിക്കേണ്ടതും അതിനാണ്. ജീവിതത്തിൽ ഇതെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നാം സൂക്ഷിക്കുന്നവർ എന്ന നിലക്ക് ഇതിനേക്കാളൊക്കെ നമുക്ക് കടമയും കടപ്പാടും ബാധ്യതയും എല്ലാം ഉള്ളത് ഇവരെ കൂടെ നമുക്ക് നൽകിയ റഹ്മാനായ റബ്ബിനോടാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ കടപ്പാട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുള്ള ഒരു യാത്രയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. യാ മുആദ്, അല്ലയോ മുആദേ, ഹൽ തദ്രി ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, ഒരു അടിമയുടെ മുകളിൽ അള്ളാഹുവിനുള്ള ബാധ്യത, അള്ളാഹ്ക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്താണെന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല റസൂലേ, അള്ളാഹുവിനും അവൻ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ നന്നായി അറിയുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതങ്ങോട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. ഫഇന്ന ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിന് കിട്ടേണ്ട, ഒരു അടിമയിൽ നിന്നും അള്ളാഹ്ക്ക് കിട്ടേണ്ട കടമകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നും ഇബാദത്തിൽ അവന്റെ കൂടെ വേറൊന്നിനെയും ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്ന ആളുകളുണ്ട്. മുസ്ലിമായി പിറന്നവരൊക്കെയും ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ അവിടെയല്ല പറഞ്ഞത് ഇബാദത്ത് ചെയ്യുക എന്ന് മാത്രമല്ല, ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയണമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം തന്നെ നമുക്ക് നൽകിയത് എന്തിനാണ്? നമുക്ക് റഹ്മാനായ റബ്ബ് ഇവിടെ ജീവിതം നൽകിയതെന്ന് ചോദിച്ചാൽ അതിവിടെ മരിക്കോളം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ടേം പീരീഡ് മാത്രമാണ് എന്നൊന്നും അതിന് ചുരുക്കാൻ നമുക്ക് പറ്റൂല. റഹ്മാനായ റബ്ബ് പറയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നി വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി അള്ളാഹ് ഒരുക്കി വെച്ച സ്വർഗം തിരിച്ചു പിടിക്കാനുള്ള പെടാപാടിലാണ് ഞാനും നിങ്ങളും. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നിയോഗ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് നമുക്ക് ഒരു ജോലിയും കാര്യങ്ങളും മറ്റു ഭൗതികപരമായിക്കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വേണം, അത് വേറെ കാര്യം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുഹൃത്തുക്കളെ, ഇബാദത്ത് ചെയ്യാനാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്നാണ്. പക്ഷെ എങ്ങനെയാണ് ഇബാദത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുക? എന്തെങ്കിലും ചെയ്താൽ അത് ഇബാദത്താകുക? ഒരാൾ എങ്ങനെയെങ്കിലും കൈ കെട്ടിയാലോ കുനിഞ്ഞാലോ നൂറുന്നാലോ അതിന് നിസ്കാരം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. നിസ്കാരം എപ്പോഴാണ് നിസ്കാരാകുക? അത് കുനിഞ്ഞു നൂറുന്ന നിസ്കാരാകൂല. അതിന് ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ തന്നെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്ന തമാമൽ ഇബാദത്തി മുതവഖഫുൻ അലൽ മഅരിഫത്തി ബില്ലാഹ്. ഏത് ഇബാദത്തിന്റെയും പൂർത്തീകരണം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ബൽ കുല്ലമാ ഇസ്ദാദൽ അബ്ദു മഅരിഫത്തുൻ ലിറബ്ബിഹി കാനത് ഇബാദത്തുഹു അക്മല. ഒരു അടിമക്ക് തന്റെ ഉടമയായ റഹ്മാനായ റബ്ബിനോടുള്ള അറിവ് എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഇബാദത്തിന്റെ മികവും ഉയരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നടക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ധാരണ ഉണ്ടാകണം. നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യമുണ്ട്. എന്താ അറിയോ? ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണോ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നേരം വെളുത്ത അന്ത്യാഗോളം ചെയ്യുന്ന ഓരോ ഇബാദത്തും ഒരു കൃത്യതയോടുകൂടെ ഒരു അവധാനതയോടുകൂടെ പഠിച്ചു മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്? അതിങ്ങനെ കുറെ കാലമായി നമ്മുടെ വാപ്പാനെന്നും ഉമ്മാനെന്നൊക്കെ പഠിച്ചു വന്നതും സമൂഹം നമുക്കിനെ പകർത്തുന്ന ചില കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക എന്നതിനപ്പുറത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊരു ഉൾക്കാഴ്ചയോടുകൂടെ ചെല്ലാനും പറയാനും ചെയ്യാനൊക്കെ സുഹൃത്തുക്കളെ നമുക്ക് കഴിയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു തൗഹീദിന്റെ വചനം, മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, അവസാനിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യന്റെ ആത്മാവ് വിട പറയുന്നതെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്കാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിരിക്കെ ഇത് എത്രയോ തവണ നമ്മൾ കേട്ടു. സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം, അതിന്റെ അർത്ഥം ശരിക്കും നമുക്ക് അറിയോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. എന്താ പറയുന്നറിയോ? അല്ലാഹ് അല്ലാതെ ആരാധന ഇല്ല എന്നല്ല, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. ആരാധന ചെയ്യപ്പെടാൻ ഇബാദത്തിന് അർഹനായിക്കൊണ്ട് അള്ളാഹു മാത്രമേയുള്ളൂ എന്ന വിശാലമായ അർത്ഥമാണ് സുഹൃത്തുക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത്. ആ മാത്രം എന്ന വിഷയം ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന്റെ മേൽ എത്രയോ ആളുകൾ ഇപ്പോഴും ശിർക്കൻ വിശ്വാസികളും മറ്റുമൊക്കെ വെച്ച് പുലർത്തി ജീവിക്കും നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ട് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഠിക്കാനും മനസ്സിലാക്കാനും തുനിഞ്ഞില്ല എന്നാണ് അർത്ഥം. ജീവിതം എന്നുള്ളത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്, പക്ഷെ അത് പഠിക്കാനുള്ള സമയമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, എന്തൊക്കെയോ വിശ്വസിച്ചു പോരുന്നുണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ ആയുസ് ഇങ്ങനെ രാവും പകലും കടന്നു പോകുന്നുണ്ട്. ഒരു നാൾ നമ്മൾ മരിച്ചു വീഴും. പക്ഷെ അവിടെ കണക്കെടുപ്പ് നടക്കുന്ന സമയത്തായിരിക്കും ഇതൊന്നും ശരിയല്ലല്ലോ, ഇതിൽ ഇന്ന കുറവുണ്ടല്ലോ, ഇങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു ഇതിന്റെ വിശ്വാസം എന്ന് പറയുമ്പോ അപ്പൊ കണ്ണ് തുറച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്താണെന്നറിയോ? കണ്ണടയുന്നതിന് മുൻപ് നമ്മുടെ കണ്ണ് തുറന്നിരിക്കാൻ കഴിയേണ്ടതുണ്ട്.
മനസ്സടയുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മുടെ നരകം സ്വർഗ്ഗം തീരുമാനിക്കുന്ന വിഷയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പഠിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് തൗഹീദിന്റെ വിഷയമൊക്കെ സുഹൃത്തുക്കളെ സ്വർഗ്ഗം നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വന്നു പോയാൽ, ഇബാദത്ത് എടുക്കുന്നുണ്ട് പക്ഷേ അതിലെങ്ങാനും ശിർക്കിന്റെ അംശങ്ങൾ വന്നാൽ അവന്റെ സ്വർഗം അല്ലാഹു ഹറാമാക്കി കളയുന്നതാണ്. പിന്നെ ഒരു തിരിച്ച് ചോദിക്കാനുള്ള ലൈസൻസോ അർഹതയോ ഇല്ല സുഹൃത്തുക്കളെ. അല്ലാഹു പറയാൻ എന്റെ ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടുണ്ട് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യാ? അവന്റെ സങ്കേതം കത്തിച്ചൊലിക്കുന്ന നരകമാണ്. അത് ഒന്നോ രണ്ടോ ദിവസമല്ല സുഹൃത്തുക്കളെ, അവിടെ ശാശ്വതന്മാരായിക്കൊണ്ട് കടക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് നോക്കാൻ നമുക്ക് കഴിയണം, എന്റെ ജീവിതത്തിൽ ഞാൻ റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ ശിർക്കിന്റെ അംശങ്ങൾ ഉണ്ടോ എന്നൊരു പുനരാലോചന വളരെ ഗൗരവത്തിൽ നാം കാണണം. വളരെ ഗൗരവത്തിൽ നാം കാണണം. ശിർക്കിനെ നാം അത്രമേൽ പേടിക്കണം. കാരണം പിന്നെ മഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നപ്പോൾ ആദ്യം പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? കുറെ നിസ്കരിക്കാൻ പഠിപ്പിക്കലല്ല, കുറെ നോമ്പൊക്കാൻ പഠിപ്പിക്കലല്ല, ജുഷാറാകണമെന്ന് പറയലല്ല. അതിനപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? തൗഹീദിന്റെ വിഷയമാണ്. ചെയ്യുന്നത് ഇബാദത്ത് മുഴുവനും റഹ്മാനായ റബ്ബിലേക്ക് മാത്രമാണോ നിന്റെ മനസ്സ്? റഹ്മാനായ റബ്ബിലേക്ക് മാത്രമാണോ നിന്റെ ആ ഒരു പിന്നെ സ്നേഹം, ഇഷ്ടം? നീ ചോദിക്കുന്നത് മുഴുവനും റബ്ബിനോടാണോ? ആ ഏരിയയാണ് ഇസ്ലാം ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചത്. സൂറത്തുൽ അൻബിയാ അല്ലേ, മഹാരഥന്മാരായ പിന്നെ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ഗംഗേമമായ ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന 21-ാമത്തെ അധ്യായം സൂറത്തുൽ അൻബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഒരു പ്രവാചകന്മാർ പോലും ഞാൻ അയച്ചിട്ടില്ല. പിന്നെ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ റഹ്മാനായ റബ്ബ് അയച്ചൂലേ, അതിൽ ഒരാളെ പോലും ഞാൻ വഹ്യ് കൊടുത്തിട്ടില്ല. എന്തല്ലാതെ എന്നെ മാത്രം ആരാധിക്കണം എന്ന വിഷയം പഠിപ്പിക്കാതെ, അത് ആദ്യ സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അതിന്റെ മെസ്സേജ് കൊടുക്കാതെ ഒരാളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്ന. ഒരു പ്രവാചകൻ വരുന്നത് തന്നെ നമ്മുടെ തൗഹീദ് പഠിപ്പിക്കാനാണെങ്കിൽ, ഒരു പ്രവാചകന്റെ അനുയായിയാണെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ തൗഹീദിൽ സുഹൃത്തുക്കളെ പലതും മായങ്ങൾ ചേർന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. പല ആളുകളും എന്താ പറയാന്നറിയോ, ഈ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാ ആളുകൾ അങ്ങനെ തെറ്റിക്കാൻ നോക്കണമെന്ന് പറയാം. അതിന്റെ ഗൗരവം അറിയാൻ സുഹൃത്തുക്കളെ, ഇപ്പൊ ലഹരി കൂടുന്നൊരു കാലത്താണല്ലോ അല്ലെ, എല്ലാ ആളുകളും ലഹരിക്കെതിരെ ക്യാമ്പയിനുകളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും പറയോ അത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസാകൂല എന്ന് പറഞ്ഞ് നമ്മൾ പറയാതൊക്കെ? ഒരിക്കലുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അത് മതമില്ല, ജാതിയില്ല, വർഗമില്ല, ഗ്രൂപ്പുകളില്ല, ഒന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നിൽക്കും. എന്തേ? അതിന്റെ നാശം അത്രമേൽ വലുതാണ്. നല്ല സുഹൃത്തുക്കളെ, MDMA-നേക്കാൾ വലിയ ഗൗരവമുള്ള തെറ്റല്ലേ ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വരിക എന്നുള്ളത്? ഞാൻ ലഹരിയെ നിസാരവൽക്കരിക്കുകയല്ല, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഒരാളെ ഒരു ലഹരി ഉപയോഗിച്ചാൽ മരിച്ചു എന്ന് കൂട്ടുക, അദ്ദേഹം കാലാകാലം പോയിട്ട് നരകത്ത് കിടക്കേണ്ടി വരില്ല. പക്ഷേ ഒരു ലഹരിയോ കാര്യങ്ങളോ ആ രൂപത്തിലുള്ള യാതൊരുവിധ നെഗറ്റീവായ ഒരു സ്വഭാവ ദൂഷ്യങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം ഇബാദത്താണെന്നൊക്കെ വിചാരിച്ചിട്ട് പലതും ചെയ്തു കൂട്ടി, പലതും വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസത്തിൽ ശിർക്കുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആ മനുഷ്യൻ കാലാകാലം പോയി കടക്കേണ്ടത് നരകത്തിലാണ് എന്നാണ് പറയണത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം ശരിക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് ഷിർക്കിന്റെ ഗൗരവം എന്ത് എന്നും തൗഹീദ് എന്താണ് എന്നും. ഒന്നാമതായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു, നമ്മളൊക്കെ ചെയ്തു തീർക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ വല്ല വിലയും വേണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ തൗഹീദ് ശരിയാകണം എന്നുള്ളതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അത് അള്ളാഹ്ക്ക് മാത്രം കൊടുത്താലേ ഇബാദത്തുകൾ കിട്ടുള്ളൂ. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ജീവിതത്തിൽ ശിർക്കിന്റെ അംശങ്ങളും പേറി വന്ന ആളുകൾ ചെയ്തു തീർക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഞാൻ കിടഞ്ഞെടുത്ത ധൂളികളെ പോലെയാക്കുന്നവരാ അല്ലേ? വിശ്വാസമൊക്കെ അല്ല, വിശ്വാസത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടെന്നൊന്നും ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കോടിക്കണക്കിന് ഉൾപ്പെടെ ചാരിറ്റിയാണ് നടത്തുന്നത്.
എല്ലാ പാവപ്പെട്ട ആളുകളുടെ കൂരയിലും അവരുടെ കണ്ണീരൊപ്പാൻ ഓടി നടക്കുന്നുണ്ട്. എല്ലാ പൊതുസേവന രംഗങ്ങളിലും ഉഷാറാണ്. എല്ലാവരും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഉള്ളിൽ വിശ്വാസമോ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഹക്കായ തൗഹീദിൽ വെള്ളം ചേർക്കപ്പെടലിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഈ കർമ്മങ്ങളും റഹ്മാനായ റബ്ബിന് വേണ്ട എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. മഹാഭൂരിഭാഗം വരുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താണെന്നറിയോ? അത് മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലും അള്ളാഹ് എന്ന് പറഞ്ഞു, ഇപ്പോഴുമുള്ള വിഷയം തന്നെ എന്താ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടാണ് മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അള്ളാഹിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ കാലത്ത് നോക്കി നോക്കിയാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മറ്റു പല ആളുകളോടും ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. രോഗശമനം, കുട്ടികളില്ലാത്ത വിഷയം, സങ്കടം, ആരോടൊക്കെയോ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന ഒരു പ്രയാസത്തെ തടുക്കുക എന്ന ഒരു സംഗതിയെ അത് ചരടിലേക്കും മേലസിലേക്കും കൊണ്ടുപോയി കെട്ടി ശിർക്കിന്റെ ഉള്ളിൽ കടഞ്ഞ് പിന്നെ അമർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെടുന്ന കഴിവുകളും മറ്റുമൊക്കെ ലോകത്തിൽ ഇന്നാലിന്ന ആളുകൾക്കൊക്കെ കഴിയും. അള്ളാഹു അറിയുന്നത് പോലെ അറിയും. ലോകത്തിലുള്ള മൺതരികളുടെ എണ്ണം പോലും ഇന്നാലിന്ന ആൾ അറിയും. നഊദു ബില്ലാഹ്. ലോകത്തിലുള്ള മുഴുവൻ ഇലകളുടെയും കണക്കറിയുന്നവനാണവൻ. ഖബറിൽ കിടന്ന് ഇതെല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഉത്തരം ചെയ്യുന്നു, ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നൊക്കെ വിശ്വസിച്ച് ബാവമാരോട്, ബീവിമാരോട്, ബദരീങ്ങളോട്, ശുഹദാക്കളോട്, തങ്ങന്മാരോട് ഒക്കെ ചോദിക്കുന്ന ആളുകളില്ലേ സുഹൃത്തുക്കളെ? എത്ര വലിയ തെറ്റാന്നറിയോ? ഇന്ന ശിർക ലദുൽമുൻ അലീം. ദുനിയാവിലൊരു അക്രമമുണ്ടെങ്കിൽ, ദുനിയാവിലൊരു തെറ്റുണ്ടെങ്കിൽ, ദുനിയാവിലൊരു തോന്നിയാസം ഉണ്ടെങ്കിൽ സുഹൃത്തേ, അതിന്റെ പേരാണ് ശിർക്ക്. അതിന്റെ പേരാണ് ശിർക്ക്. ഇതെല്ലാം ചെയ്തു തന്ന റഹ്മാനായ റബ്ബിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെപ്പോലൊക്കെയുള്ള ആളുകളെ പിന്നെ മഹാന്മാരാണെന്ന് പറഞ്ഞിട്ട് അവരോട് പോയി ചോദിക്കുന്ന ഈ അവസ്ഥ എന്നുള്ള സുഹൃത്തുക്കളെ വല്ലാത്ത വേദനയാണ്. തങ്ങളുടെ വേദനകളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവെക്കേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ്. ഇന്നമാ അശ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ വേദനകളും യാതനകളും പങ്കുവെക്കുന്നത് റഹ്മാനായ റബ്ബിനോടാണ് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ശിർക്കിന്റെ ഉള്ളിലാണുള്ളത്. ഇത് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാൽ നമുക്ക് നന്ന്. ആരെയും സുഹൃത്തുക്കളെ അടിച്ചാക്ഷേപിച്ച് പറയല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഉണ്ടോ ജീവിതത്തിലെന്ന്? ആരും വരൂല കൂട്ടിന് കിടക്കാൻ. ഖബറിൽ ആരും വരൂല. ഒരു കുട്ടി ഉണ്ടാവൂല. ഇവിടെ നമുക്ക് വമ്പ സംഭവമായിട്ട് പറയാം, ഞങ്ങൾ അത്ര ആളുണ്ട് ഇത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിപ്പത്തരം പറയാനും പാരമ്പര്യത്തിന്റെ വലിയ സംഭവം പറയാനൊക്കെ ആളുകളുണ്ടാവും. യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോ മലക്കൽ മൗത്തും സംഘവും വന്നിട്ട് ആ സമയം ഇങ്ങനെ അവസാനിച്ചടാ ഇങ്ങോട്ട് പോന്നോന്നിട്ട് പറയുമ്പോഴേ അന്നത്തെ സുഹൃത്തുക്കളെ തൗഹീദിന്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ശിർക്കിന്റെ ഗൗരവം അന്നാണ് നമ്മൾ അറിയാം. പിന്നീട് തിരിച്ചു മടക്കുണ്ടാവില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ? ആത്മാർത്ഥമായി കൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളി, നല്ലോണം ശ്രദ്ധിക്കണം എന്നാ പറയാം. ജീവിതത്തിൽ തൗഹീദിനെ കുറിച്ച് കൃത്യമായ ധാരണയും ശിർക്കിനെ കുറിച്ചുള്ള പേടിയും അത് എങ്ങനെ വരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അവൻക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്നറിയോ? ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, അവന്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു തരാമെന്ന. ശിർക്കില്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയാ, യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ഒരു ലോകം മുഴുവൻ തെറ്റ് ചെയ്തിട്ട് എന്റെ അടുക്കൽ വന്നാലും നിന്റെ ജീവിതത്തിൽ ശിർക്കെന്ന പാപമില്ല എങ്കിൽ ഞാൻ നിനക്ക് പാപമോചനമായി കൊണ്ടുവരുമെന്ന. അതിനർത്ഥം തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് തരുന്നു എന്നല്ല, അതിന്റെ മഹത്വം പറയാണ് സുഹൃത്തുക്കളെ. ശിർക്കിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞെന്താന്നറിയോ? സ്വർഗപ്രവേശനം ഉറപ്പാണെന്ന. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ പടച്ച റബ്ബിനോട് കണ്ടുമുട്ടിയാൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. വമൻ ലഖിയഹു യുശ്രികു ബിഹി,
ദഖല അന്നാർ. അതല്ല, അവന്റെ വിശ്വാസത്തിൽ ശിർക്കിന്റെ അംശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ കേറി കടക്കേണ്ടി വരുന്നത് ശിർക്ക് ചെയ്തവരുടെ നിത്യസങ്കേതമായ നരകത്തിലായിരിക്കുമെന്നാണ്. അല്ലാഹു റസൂൽ വീണ്ടും പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ മനസ്സിലിട്ട് പ്രഖ്യാപിച്ച, അല്ലാഹുവിനോട് മാത്രം എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചൊരുത്തന്റെ മനസ്സ് ഒരുത്തനോട് നരകത്തോട് പറയുമെന്ന ഇന്നാലിന്ന മനുഷ്യനെ നിനക്ക് ഹറാമാക്കി തന്നിരിക്കുന്നു എന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗം കിട്ടുമെന്ന മാത്രമല്ല, പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്കൊരു എളുപ്പം തൗഹീദിന്റെ ആളുകൾക്ക് ഉണ്ടാകുമെന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? അദ്ദേഹം പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി 3 കാരണങ്ങൾ എണ്ണിയതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അൻത എന്ന തൗഹീദിന്റെ ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ച വാക്ക് ഹസ്ബി അല്ലാഹ് എന്നാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അല്ലെ? എനിക്ക് എന്റെ റബ്ബ് മതി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടന്റെ മുമ്പിൽ വന്നെത്തിയപ്പോഴും പ്രഖ്യാപിച്ചു, ഇന്ന മഇ റബ്ബി സയഹ്ദീനി, അല്ലെ? കൂട്ടിന് റബ്ബാ. സുഹൃത്തുക്കളെ, എന്റെ കൂട്ടിന് എന്റെ റബ്ബാണെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇഹലോകത്തും നാളെ പരലോകത്തും രക്ഷപ്പെടുമെന്ന വല്ലാത്ത നിർഭയത്വം ഉണ്ടായിരിക്കും തൗഹീദുള്ള ആളുകൾക്കെന്ന അല്ലാഹ് പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസത്തിൽ യാതൊരുവിധ കലർപ്പും വരാത്തവർ ആരാണോ അവർക്കാണ് സുഹൃത്തുക്കളെ നിർഭയത്വമുള്ളത്. അവരുടെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച ചാടിക്കഴിഞ്ഞാലും പല ആളുകൾക്കും പേടിയാണ്, അല്ലെ? ഒരു കറുത്ത പൂച്ച ചാടിക്കഴിഞ്ഞാൽ പേടിക്കുന്ന ആളുകളുണ്ട്. ചില പ്രത്യേക കിളികളുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അനർത്ഥം സംഭവിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇറങ്ങിയെടുത്തുനിന്ന് തിരിച്ചു വീട്ടിലേക്ക് തന്നെ കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഇത് നടക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. എപ്പോഴും പേടിയും ബേജാറും ആയിരിക്കും അങ്ങനെ ആളുകൾ. എന്താണെന്നറിയോ? അതൊക്കെ ഷിർക്കിന്റെ വിശ്വാസം ഉള്ളത് കൊണ്ടാ. ഷിർക്കിന്റെ വിശ്വാസം ഉള്ളത് കൊണ്ടാ സുഹൃത്തുക്കളെ. അതല്ല, തൗഹീദാണ് മനസ്സിനുള്ളിലുള്ളതെങ്കിലോ എനിക്ക് റഹ്മാനായ റബ്ബ് ഖദറാക്കിയതൊക്കെ വരും. എല്ലാം അതിന്റെ സമയത്ത് നടന്നിരിക്കും. എന്തൊക്കെ വന്നാലും അൽഹംദുലില്ലാഹ് അതൊരു ഖൈർ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന, എല്ലാം റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ശുദ്ധ മുവഹിദിന് എന്തൊരു സന്തോഷമാണ് സുഹൃത്തുക്കളെ, എന്തൊരു നിർഭയത്വമാണ്. ആരെയും പേടിക്കാനില്ല. അങ്ങനത്തെ ഒരു ജീവിതം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമെന്നാണ് മറ്റൊരു മെച്ചം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടി നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. അല്ലാഹു റസൂലിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അസ്അദൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് താങ്കളുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ സൗഭാഗ്യവാന്മാരായി മാറുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂൽ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. അവന്റെ ഹൃദയത്തിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മതി എനിക്ക് എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ ശുദ്ധമായ ആശയത്തെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ചവനാണ്. എത്ര പ്രതിസന്ധി ഉണ്ടായപ്പോഴും അല്ലാത്തൊരാളോട് ഒന്നും ചോദിച്ചില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ വേറൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാം റഹ്മാനായ റബ്ബിനോട് കരഞ്ഞ് ഏറ്റു പറഞ്ഞ് എല്ലാ അവസ്ഥകളിലും റഹ്മാനായ റബ്ബിലേക്ക് മനസ്സങ്ങോട്ട് പകർത്തു കൊടുത്തവനാണ് നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനവും സൗഭാഗ്യവും കിട്ടുന്നെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. കുറെ ചെയ്യുക എന്നതിനപ്പുറത്ത് എന്റെ വിശ്വാസ കാര്യങ്ങൾ എന്തെങ്കിലും പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പിന്നെ ശ്രദ്ധിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക. സുഹൃത്തുക്കളെ, അടിമക്ക് ഉടമയോടുള്ള
അഥവാ അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ തൗഹീദിനെ സംബന്ധിച്ചും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചങ്ങളെ സംബന്ധിച്ചും അതിലെന്തെങ്കിലും പുഴുക്കുത്തുകൾ വന്നു പോയാൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതായ നിത്യ ദുഃഖത്തെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും നാം മനസ്സിലാക്കുന്ന ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് കൂടെ എത്തിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും മതപരമായ ഒരു ബാധ്യതയായിക്കൊണ്ട് വേണം നമ്മളെല്ലാവരും കരുതാൻ. അതായിരുന്നു നമ്മുടെ ഒരു മുൻഗാമികളുടെ രീതി. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടും എന്തുകൊണ്ട് നാട് വിടേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അദ്ദേഹം തൗഹീദ് പറഞ്ഞു എന്നതാണ്. അദ്ദേഹം ഏറ്റവും വലിയ സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. കൂട്ടർ, നിങ്ങൾ ചെയ്യണത് പ്രശ്നമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാത്തൊരാളിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ സംഗതി ഇവിടൊക്കെ കുറച്ചൊക്കെ ഉഷാറായിരിക്കും. പക്ഷെ പരലോകത്ത് കുടുങ്ങണ കേസാണ്. ഇത് ശരിയല്ല എന്ന തൗഹീദിന്റെ വെള്ളി വെളിച്ചം പറഞ്ഞു കൊടുത്തപ്പോ നാട് വിടേണ്ടി വന്നു. വിടാൻ തയ്യാറായി അല്ലേ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഇട്ടേച്ചു പോകാൻ കാരണം തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. മഹാരഥന്മാരായ സ്വഹാബാക്കളുടെ ഖബറുകൾ പലപ്പോഴും മക്കയിലും മദീനയിലും ഇല്ല സുഹൃത്തുക്കളെ, വ്യത്യസ്തങ്ങളായ നാടുകളിലാണ്. ഒരു റക്അത്തിന്, ഒരു വഖത്ത് നിസ്കാരത്തിന് സുഹൃത്തെ 1,10,000 പിന്നെ പുണ്യം നിശ്ചയിക്കപ്പെട്ട മക്കയും മദീനയും ഒക്കെ വിട്ട് അവർ വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് ചേക്കേറിയത് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവർ അന്നെടുത്ത പണി കൊണ്ടാ ഇന്ന് അള്ളാന്റെ തൗഫീഖ് കൂടെ നമ്മളൊക്കെ മുവഹിദുകളാകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ ഇപ്പോഴും മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ഈ സത്യം അറിയാത്തവരാ കൂട്ടരെ. ഈ സത്യം ഇപ്പോഴും അറിയാതെ എന്തൊക്കെയോ പേര് നടക്കുന്നവരാ. പിശാച് ഇങ്ങനെ അവരെ തിരിച്ച് മറ്റു പല ചിന്തകൾ ഇട്ടുകൊടുത്ത് ഭൗതികതയുടെ പിന്നാലെ പോകുമ്പോ മതത്തിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്തതിന്റെ പേരിൽ ശരിക്കുള്ള വിശ്വാസം പോലും ശരിയാകാത്ത വലിയൊരു ശതമാനം നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കിത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ആ ഒരു ബാധ്യത നിർവഹണം ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ സാധാരണക്കാർക്ക് ഇതിന്റെ ഗൗരവവും ഇതിൽ കുറച്ചും കൂടിയും കൂടുതലായിക്കൊണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ശിർക്കിന്റെ അംശങ്ങൾ വരുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്കുള്ള കൃത്യമായൊരു വെളിച്ചം വീശുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച പിന്നെ പുതുനഗരം പിലാത്തൂർ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ആദർശ സമ്മേളനം എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ വരണം, നമ്മുടെ കുടുംബക്കാരോടുകൂടെ വരണം. ആദർശത്തെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടായിരിക്കണം. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ കുറച്ച് സമയം വൈകുന്നേരം മുതൽ ഒരു ഇശായോടുകൂടെ തീരുന്ന പ്രസ്തുത പ്രോഗ്രാമിൽ സുഹൃത്തുക്കൾ ബാക്കിയുള്ള തിരക്കുകൾ മാറ്റിവെച്ച് നമ്മൾ വരണം. എന്തിന്? ഞാൻ ഇത്ര കാലം കൊണ്ട് നടക്കുന്ന ഇബാദത്തുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിവുള്ളവർ പറഞ്ഞു തരട്ടെ സുഹൃത്തുക്കളെ. ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് എന്നെ തിരുത്തട്ടെ. തെറ്റെന്ന് തോന്നിയത് ഞാൻ തിരുത്തും. എനിക്കാരോടും വേറൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, എനിക്ക് ആരോടും ഒരു ഈഗോ ഇല്ല. എനിക്ക് വേണ്ടത് സ്വർഗം മാത്രമാ, എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ട എന്റെ റബ്ബിനെ മാത്രമാ, ഞാൻ ഒരുങ്ങുന്ന എന്റെ ഖബറിന് വേണ്ടി മാത്രമാ, ഞാൻ ജീവിക്കുന്ന എന്റെ പരലോകത്തിന് വേണ്ടി മാത്രമാ എന്ന് ചിന്തിക്കുന്ന ശുദ്ധ മുവഹിദുകളുണ്ടോ സുഹൃത്തുക്കളെ? നമുക്ക് വേണ്ടിയുള്ള ഇടം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താൻ, ഇൽമിനെ ശരിക്ക് കരസ്ഥമാക്കാൻ, തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ, നല്ലൊരു ജീവിതം ഇൻഷാ അല്ലാഹ്. ആരോടും ഒരു പകയില്ല, ആരോടും വെറുപ്പില്ല, ഒന്നിനും വേണ്ടിയല്ല. ഏറ്റവും വലിയ സത്യത്തെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നെഞ്ചേറ്റണം. അബദ്ധങ്ങളുണ്ടോ ജീവിതത്തിൽ തിരുത്താൻ നമുക്ക് കഴിയണം. എത്താത്തവരുണ്ടോ നമ്മുടെ അരികിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരിലേക്കും തൗഹീദ് എത്തട്ടെ, എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടട്ടെ, എല്ലാവർക്കും നല്ലൊരു മരണം കിട്ടട്ടെ, എല്ലാവരും ഖബറിൽ ആസ്വദിച്ചു കഴിയട്ടെ. സ്വർഗത്തിലെ ഇടം കണ്ട് ഖബറിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ നമ്മളിലൂടെ ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ. ഒരല്പസമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശലമാക്കി കൊടുക്കണമേ റഹ്മാനെ.
നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് സുഹൃത്തുക്കളുടെ സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഈ ശുദ്ധമായ തൗഹീദിന് മരണം വരെ നെഞ്ചേറ്റുവാനും അത് അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവർക്കത് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും ജീവിതത്തെ തിരുത്താനൊക്കെയുള്ള തൗഫീക്ക് ഞങ്ങൾക്കും അവർക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.